ഹലോ ഹായ് നമസ്കാരം. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു യാത്രാ വീഡിയോ അല്ല, പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഞാൻ നടത്തിയ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാചക വീഡിയോ ആണ്. യാത്ര എന്ന് പറയുമ്പോൾ അതിൽ രുചിഭേദങ്ങളും കടന്നു വരുമല്ലോ. അത്തരത്തിൽ ഒരു രുചി അല്ലെങ്കിൽ ഒരു പാചകം പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ. കഴിഞ്ഞ മാസം ഞാൻ സോമനാഥപുരയിലെ കേശവ ക്ഷേത്രത്തിലേക്ക് യാത്ര പോകുമ്പോൾ മൈസൂർ ഭാഗത്തെത്തിയപ്പോൾ റോഡരികിൽ ഒരു മനുഷ്യൻ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കണ്ടു. അപ്പോൾ അത് നിർത്തി നോക്കി എന്താണെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു. അവിടുന്ന് ചില ഉൽപ്പന്നങ്ങൾ ഞാൻ വാങ്ങുകയും ചെയ്തു. അത് ആ വീഡിയോയിൽ സോമനാഥപുര കേശവ ക്ഷേത്രം എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താം ഇവിടെ. അദ്ദേഹം അത് എങ്ങനെയാണ് ആ പലഹാരം അല്ലെങ്കിൽ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു. അത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു തട്ടായിരുന്നു. അത് എങ്ങനെയാണ് ആ തട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം എന്നെ കാണിച്ചു തരുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. അത് ഞാൻ കാണിക്കാൻ പുറകെ ಇದು 20, ಇದು 20 ನೋಡಿ, ಇದು 25 ನೋಡಿ, ಇದು ನೋಡಿ ಹೆಂಗೈತೆ. ಇದು 20, 25, 25. ಹಾಂ ಇದು 20. ಹಾಂ ಇದು 25 4 ಕೊಡು. कैसा करता है ये इसमें इडली? इडली ಹಾಂ ಸೂಪರ್ ಸೂಪರಾ? ಸೂಪರ್ ಇಡ್ಲಿ. ಯಾವ ಊರು ಸಹ? ಕೇರಳ. ನಮಗೆ ಕೇರಳದಿಂದ ಚೆನ್ನಾಗಿ ಬರ್ತದೆ ಸರ್ ಇಡ್ಲಿ. ಇದು ಕೇರಳದವರು ತಗೊಂಡೋಗ್ತಾರೆ, ಸಕ್ಕ ತಗೊಳುತ್ತೆ. ಕೇರಳದಿಂದ ಇಲ್ಲಿ ಕಾರಲ್ಲಿ ಬರ್ತಾರೆ, ಕೇರಳದವರು ತಗೊಂಡೋಗ್ತಾರೆ. ಎಷ್ಟು ಬೇಕು ಸರ್? 5? 4 ನೋಡಿ ನಾರು ಎಷ್ಟು ಗಟ್ಟಿ, ಫುಲ್ ಗಟ್ಟಿ ನಾರಿದು, ಫುಲ್ ಗಟ್ಟಿ, ಸೂಪರ್ ಸರ್. ಸರ್ ಇದು ಪಾತ್ರೆ, ಒಳಗಡೆ ನೀರು ಹಾಕ್ಬಿಟ್ಟು ಹಿಂಗೆ ಕಡ್ಡಿ ಜೋಡಿಸೋದು. ನೋಡಿ ಈ ಥರ, ಮತ್ತೆ ನೋಡಿ ಈ ಥರ. ಇಷ್ಟೇ ಸರ್. ಇಡ್ಲಿ ಬೇಯ್ದಿರ್ತದೆ. ಮಾಮೂಲಿ ಪಾತ್ರೆ ಇಡ್ಲಿ ಏನು ಮಾಡ್ತಾರಲ್ಲ ಅದೇ ಥರ ಇದು, ಅದೇ ಥರ. ಒಳಗಡೆ ಬಟ್ಟೆ ಬರ್ತದೆ, ಒಳಗಡೆ ಸಂಪಣ ಬರ್ತದೆ. ಬಟ್ಟೆ ಹಾಕೊಳ್ಳಿ, ಬಟ್ಟೆ ಹಾಕೋಬಿಟ್ಟು ಆಮೇಲೆ ಸಂಪಣ ಹೋದ್ಬಿಟ್ಟು ನೋಡಿ ಈ ಥರ ಕೆಳಗಡೆ ನೀರು, ಪಾತ್ರೆ ಒಳಗಡೆ ನೀರು, ಅದ್ರ ಮೇಲೆ ಕಡ್ಡಿ ಮೇಲೆ ನೋಡಿ ಜೋಡಿಸ್ಕೊಂಡು ಸ್ಟೆಪ್ಪು. ഓക്കെ, അഷ്ടേ സർ. താങ്ക് യു. ഇന്ന് ഞാനിപ്പോൾ ആ ഇഡ്ഡലി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഇഡ്ഡലിയുടെ പേരാണ് ബുട്ടി ഇഡ്ഡലി അഥവാ ചിബ്ലു ഇഡ്ഡലി. കർണാടകത്തിലെ ഗ്രാമീണർ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ചില സ്ഥലങ്ങളിൽ ഹോട്ടലുകളിൽ ചിബ്ലു ഇഡ്ഡലി ഇപ്പോഴും കിട്ടാനുമുണ്ട്. നമ്മൾ അന്വേഷിച്ച് ഇറങ്ങി പോകേണ്ടി വരും. ബാംഗ്ലൂർ ടൗണിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കന്നഡക്കാർക്ക് അതുകൊണ്ട് ഇതൊരു പുതുമയുള്ള കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് കാണാത്ത മലയാളികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്ന് കാണിക്കുന്നത്. എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാൻ അതൊന്ന് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ചിബ്ലു ഇഡ്ലിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ അത് അദ്ദേഹം ആ തട്ട് എനിക്ക് വിറ്റ കച്ചവടക്കാരൻ അത് പരിചയപ്പെടുത്തുമ്പോൾ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. കന്നഡയിലാണ് ഞങ്ങൾ സംസാരിച്ചതെങ്കിൽ അദ്ദേഹം സൂപ്പർ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ചിബ്ലു ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ളതിൽ സൂപ്പറാകുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മളിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇഡ്ഡലി തട്ടുകൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെ വീട്ടിലെ ഇഡ്ഡലി തട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്ടിലെ ഇഡ്ഡലി പാത്രം.
ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് തട്ട്. ഈ 2 ഇഡ്ഡലി തട്ടിൻ്റെ ഇടയിലായിട്ട് ഇവിടെ 2 ദ്വാരമുണ്ട്. അങ്ങനെ ഈ 2 ഇഡ്ഡലി കടക്ക് 2 ദ്വാരമുണ്ട്. അപ്പോൾ പാത്രത്തിൽ താഴെ നിന്ന് ആവി വന്ന് ഈ ദ്വാരത്തിലൂടെ മുകളിൽ വന്ന് വേണം ഈ മാവ് വേവിക്കാൻ. ഇങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള ഇഡ്ഡലി തട്ടിൽ സംഭവിക്കുന്നത്. പക്ഷേ ചിബ്ലു ഇഡ്ഡലിൻ്റെ ഞാൻ അദ്ദേഹത്തിൽ നിന്നും വാങ്ങിയ ഇഡ്ഡലി തട്ടുകളാണിത്. 4 എണ്ണം വാങ്ങി. അതിൻ്റെ കൂടെ അദ്ദേഹം എനിക്ക് ഇങ്ങനെ കുറച്ച് ചീളുകളും തന്നു. ഇതെന്താണെന്ന് പിന്നീട് പുറകെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ചിബ്ലു ഇഡ്ഡലിൻ്റെ തട്ട് കണ്ടാൽ മനസ്സിലാകും. ഇതിൻ്റെ ഈ ദ്വാരങ്ങളിൽ കൂടെ എല്ലാം ആവി മുകളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അത് ഇഡ്ഡലി കൂടുതൽ നന്നായിട്ട് വേവുകയും നല്ല രുചി ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. ഇത് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ സംസാരിക്കാം. ചിബ്ലു ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മാവൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിലാകെ ശ്രദ്ധിക്കാനുള്ളത് ഈ തട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഇതെടുത്ത് വെക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു റിങ്, നമ്മളുടെ പാത്രം വെക്കാൻ ഉപയോഗിക്കുന്ന റിങ് പാത്രത്തിൻ്റെ നടുക്ക് വെക്കുന്നു. നമ്മളുടെ ആവശ്യത്തിനുള്ള വെള്ളം അതിലൊഴിക്കുന്നു. എന്ന് വെച്ചാൽ ആ റിങ്ങിൻ്റെ താഴെ നിൽക്കുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിക്കുന്നു. അത്രേ ആവശ്യമുള്ളൂ. ഇനി അതിന് മുകളിലേക്ക് ഈ ചീളുകൾ, മുളയുടെ തന്നെ ചീളുകൾ അദ്ദേഹം തന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇങ്ങനെ അടുക്കി വെക്കുന്നു. ഇതിന് മുകളിലേക്കാണ് നമ്മൾ ഈ നമ്മുടെ ഇഡ്ഡലി തട്ടെന്ന് പറയാവുന്ന സാധനം വെക്കുന്നത്. ഇഡ്ഡലി തട്ട് വെച്ച് ഇതിൽ നമുക്ക് നേരിട്ട് മാവ് ഒഴിക്കാൻ പറ്റില്ല, ഇതെല്ലാം പിടിച്ചിരിക്കും. അതുകൊണ്ട് തുണി ഇടുന്നുണ്ട്. തുണി വിരിച്ചിട്ട് തുണിയിലാണ് നമ്മൾ മാവ് ഒഴിക്കുന്നത്. എൻ്റെ ഇഡ്ഡലി തട്ടിൽ കൃത്യമായിട്ട് 4 മുളയുടെ തട്ട് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് മറിഞ്ഞു വീഴില്ല, അങ്ങനത്തെ പേടിയൊന്നും എനിക്ക് വേണ്ട. ഇനി ഞാൻ മൂടി തീ കൊടുക്കുകയാണ്.
ചിബ്ലു ഇഡ്ലിയുടെ കൂടെ ഞാനൊരു തക്കാളി ചമ്മന്തി കൂടി ഉണ്ടാക്കി. നമുക്കിതൊന്ന് കഴിച്ചു നോക്കണ്ടേ, എൻ്റെ ടേസ്റ്റിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എൻ്റെ വേവിലുള്ള വ്യത്യാസമൊക്കെ ഒന്ന് കഴിച്ചു നോക്കി ബാക്കി കൂടി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എന്ന് പറയാൻ പ്രത്യേകിച്ച് മേനിയൊന്നും പറയാൻ ഇതിലൊന്നുമില്ല. മാവ് വാങ്ങാൻ കിട്ടുന്ന മാവാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പിന്നെ മുളയുടെ കൊട്ട അതും വാങ്ങാൻ കിട്ടിയൊരു സാധനമാണ്. അതിൻ്റെ പെർഫോമൻസ് ആയിരിക്കും ഇതിൽ കാണാൻ പോകുന്നത്. കഴിച്ചു നോക്കാം. ഇത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് വളരെ സ്മൂത്താണ്. ഇഡ്ഡലി ഇങ്ങനെ വിണ്ട് പിളർന്ന് പോന്നിരിക്കുന്നത് കാണാൻ. ഇതിൽ പറയാനുള്ളത് ഇഡ്ഡലിയുടെ വേവ് തന്നെയാണ്. അതിൽ ആവി കടന്നു ചെന്നിട്ടുള്ള വെന്തിരിക്കുന്നതുണ്ടല്ലോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തും ഒട്ടുന്നില്ല, വളരെ കൃത്യമായിട്ട് വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ള മേനി അതിനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ മേനിയുടെ ക്രെഡിറ്റ് എനിക്കുള്ളതല്ല. അപ്പോൾ ചിബ്ലു ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ള മുളപാത്രം ഉണ്ടാക്കുന്നവർക്കും ഇതിൻ്റെ മാവുണ്ടാക്കുന്നവർക്കും അതിൻ്റെ ക്രെഡിറ്റ് നൽകുകയാണ്. ചിബ്ലു ഇഡ്ലി എപ്പോഴെങ്കിലും കർണാടകത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ തമിഴ്നാട്ടിലുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല, ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വഴിവെക്കിൽ ഇങ്ങനെ ചെറിയ ഇഡ്ഡലിയുടെ സൈസിലുള്ള പാത്രങ്ങൾ കണ്ടാൽ ഉടനെ മനസ്സിലാക്കിക്കോളാം അത് ചിബ്ലു ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളതാണെന്ന്. 4 എണ്ണം വാങ്ങുക, 25 രൂപയെ ഒരെണ്ണത്തിനുള്ളൂ. നല്ല ഗംഭീര ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഇഡ്ഡലി ഞാൻ തീർക്കട്ടെ.